in solution. CH3COOH plus H2O gives CH3COO minus plus H3O positive. ഇവിടെ ഇതൊരു ഇക്വിലിബ്രിയം റിയാക്ഷനാണ്. ഇവിടെ CH3COO മൈനസ് ആൻഡ് H3O പോസിറ്റീവ് പ്രോഡക്ട്സ് എന്ന് പറയുന്നത് അയോണിക് ഫോമിലാണ് നിൽക്കുന്നത്. ഇങ്ങനെ ഇക്വിലിബ്രിയം ഇൻവോൾവിംഗ് അയോൺസ് ഈസ് കോൾഡ് അയോണിക് ഇക്വിലിബ്രിയം. ഇലക്ട്രോലൈറ്റ്സ് ആൻഡ് നോൺ ഇലക്ട്രോലൈറ്റ്സ്. സബ്സ്റ്റൻസിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. കണ്ടക്ട് ചെയ്യുന്ന സബ്സ്റ്റൻസും അതുപോലെ തന്നെ കണ്ടക്ട് ചെയ്യാത്ത സബ്സ്റ്റൻസും. അക്വ സൊല്യൂഷൻ അല്ലെങ്കിൽ മോൾട്ടൺ സ്റ്റേറ്റിൽ കണ്ടക്ട് ചെയ്യുന്ന സബ്സ്റ്റൻസിനെയാണ് നമ്മൾ ഇലക്ട്രോലൈറ്റ് എന്ന് പറയുന്നത്. കണ്ടക്ട് ചെയ്യാത്ത സബ്സ്റ്റൻസിനെയാണ് നമ്മൾ നോൺ ഇലക്ട്രോലൈറ്റ്സ് എന്ന് പറയുന്നത്. ഇലക്ട്രോലൈറ്റ്സിന് എക്സാമ്പിളാണ് ആസിഡ്സ്, ബേസസ് ആൻഡ് ഓൾമോസ്റ്റ് ഓൾ സോൾട്ട്സ്. നോൺ ഇലക്ട്രോലൈറ്റ്സിന് എക്സാമ്പിളാണ് ഷുഗർ, യൂറിയ എക്സെട്ര. ദെൻ ഇലക്ട്രോലൈറ്റ്സ് തന്നെ രണ്ട് തരത്തിലുണ്ട്. ചില സബ്സ്റ്റൻസ് അക്വ സൊല്യൂഷനിൽ ഡിസോസിയേറ്റ് ചെയ്യുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ഡിസോസിയേറ്റ് ചെയ്യും. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഡിസോസിയേഷൻ ഓഫ് HCl. HCl ഡിസോസിയേറ്റ് ചെയ്തിട്ട് H+ഉം Cl- ഫോം ചെയ്യും. അപ്പോൾ ലാസ്റ്റ് റിയാക്ഷൻ്റെ അവസാനം നോക്കുമ്പോൾ H+ഉം Cl- മാത്രമേ ഉണ്ടാവൂ. പക്ഷേ ചില സബ്സ്റ്റൻസ് പാർഷ്യലി മാത്രമാണ് അക്വ സൊല്യൂഷനിൽ ഡിസോസിയേറ്റ് ചെയ്യുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ CH3COOH. CH3COOH ഡിസോസിയേറ്റ് ചെയ്തിട്ട് CH3COO- H+ഉം ഫോം ചെയ്യും. പക്ഷേ ഇത് പാർഷ്യലി ഡിസോസിയേറ്റ് ചെയ്യുന്ന കാരണം ഇതിന് ഒരു ഇക്വിലിബ്രിയം ഉണ്ടാവും. അതായത് ഇതിൽ CH3COOHും ഉണ്ടാവും, CH3COO- ഉണ്ടാവും, H+ അയോൺസും ഉണ്ടാവും. ഇതിൻ്റെയൊക്കെ ഒരു മിക്സ്ചർ ആയിരിക്കും റിയാക്ഷൻ്റെ ഇക്വിലിബ്രിയത്തിൽ ഉണ്ടാവുക. Electrolyte which dissociate almost completely in aqueous solution is known as strong electrolyte. Electrolyte which dissociate partially in aqueous solution is known as weak electrolyte. Strong electrolytes example ആണ് strong acids ആയിട്ടുള്ള HCl, HNO3, H2SO4, strong bases ആയിട്ടുള്ള NaOH, KOH, then saltകളായിട്ടുള്ള NaCl, KCl, Na2SO4 etc. വീക്ക് ഇലക്ട്രോലൈറ്റിന് എക്സാമ്പിൾ ആണ് വീക്ക് ആസിഡ് ആയിട്ടുള്ള CH3COOH, HCOOH എക്സെട്ര. വീക്ക് ബേസസ് ആയിട്ടുള്ള MgOH2, CaOH2 എക്സെട്ര. വീക്ക് ഇലക്ട്രോലൈറ്റിൻ്റെ കേസിൽ അയോണൈസ്ഡ് ആൻഡ് നോൺ അയോണൈസ്ഡ് മോളിക്യൂൾ തമ്മിൽ ഒരു ഇക്വിലിബ്രിയം ഉണ്ടാവും. നെക്സ്റ്റ് ഈസ് ആസിഡ്, ബേസസ് ആൻഡ് സോൾട്ട്സ്. ആസിഡും ബേസും കൂടി കൂടിച്ചേരുമ്പോഴാണ് സോൾട്ട് ഫോം ചെയ്യുന്നത്. ആസിഡ് എന്താണ്, ബേസ് എന്താണെന്നുള്ളതിന് കുറേ സയൻറ്റിസ്റ്റുകൾ കുറേ ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. അതിനെയാണ് ആസിഡ് ബേസ് കോൺസെപ്റ്റ്സ് എന്ന് പറയുന്നത്. അതിൽ നമുക്ക് കുറച്ച് ആസിഡ് ബേസ് കോൺസെപ്റ്റ്സ് നോക്കാം. ഫസ്റ്റ് വൺ അരീനിയസ് കോൺസെപ്റ്റ്. അരീനിയസ് കോൺസെപ്റ്റ് വെച്ചിട്ട് ആസിഡ്സ് ആർ സബ്സ്റ്റൻസസ് വിച്ച് ഗീവ് ഹൈഡ്രജൻ അയോൺ H+ ഓർ ഹൈഡ്രോണിയം അയോൺ H3O പോസിറ്റീവ് ഇൻ അക്വ സൊല്യൂഷൻ. ചില സബ്സ്റ്റൻസ് വാട്ടറുമായിട്ട് കൂടിച്ചേരുമ്പോൾ ഡിസോസിയേറ്റ് ചെയ്തിട്ട് H+ അയോൺസിനെയോ H3O പോസിറ്റീവ് അയോൺസിനെയോ റിലീസ് ചെയ്യും. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ ആസിഡ് എന്ന് അരീനിയസ് കോൺസെപ്റ്റ് പ്രകാരം വിളിക്കുന്നത്. എക്സാമ്പിൾ HCl plus H2O gives H3O positive plus Cl-. ഇവിടെ HCl വാട്ടറിൻ്റെ പ്രസൻസിൽ ഡിസോസിയേറ്റ് ചെയ്യും, എന്നിട്ട് H+ അയോണിനെ റിലീസ് ചെയ്യും, എന്നിട്ട് Cl- ആയിട്ട് നിൽക്കും. ഓക്കെ, സോ HCl ആക്ട്സ് ആസ് അരീനിയസ് ആസിഡ്. Then bases എന്ന് പറഞ്ഞാൽ bases are substances which give hydroxyl ion, that means OH- ion in aqueous solution. വാട്ടറുമായിട്ട് കൂടിച്ചേരുമ്പോൾ OH- അയോണിനെ ആണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ അതിനെയാണ് അരീനിയസ് ബേസ് എന്ന് പറയുന്നത്. NaOH plus H2O gives Na++ OH-. ഇവിടെ NaOH OH- റിലീസ് ചെയ്യുന്നത്. സോ ബേസായിട്ട് ആക്ട് ചെയ്യും. Give Arrhenius concept of acids and bases. Give one example for each. Previous question ആണ്. Next is Bronsted Lowry concept. ഇവിടെ H+ അയോൺ ഡോണേഴ്സ്, അതായത് പ്രോട്ടോൺ ഡോണേഴ്സിനെയാണ് ആസിഡ് എന്ന് വിളിക്കുന്നത്. H+ അയോൺ ആക്സെപ്റ്റർ ഓർ പ്രോട്ടോൺ ആക്സെപ്റ്റേഴ്സിനെയാണ് ബേസസ് എന്ന് വിളിക്കുന്നത്. എക്സാമ്പിൾ നോക്കാം. NH3 plus H2O gives NH4++ OH-. ഇവിടെ NH3 എന്ത് ചെയ്യാണ്, ഒരു H+ അയോണിനെ അല്ലെങ്കിൽ പ്രോട്ടോണിനെ ആക്സെപ്റ്റ് ചെയ്തിട്ട് NH4 പോസിറ്റീവായിട്ട് മാറും. H2O ഒരു H+ അയോണിനെ ഡൊണേറ്റ് ചെയ്തിട്ട് OH- ആയിട്ട് മാറും. സോ ഇവിടെ ആരാണ് ആസിഡ്?
ഡൊണേറ്റ് ചെയ്യുന്ന ആൾ ആസിഡ്. സോ H2O ആണ് ഇവിടെ ആസിഡ്. ആക്സെപ്റ്റ് ചെയ്യുന്ന ആളാണ് ബേസ്. NH3 ആണ് ഇവിടെ പ്രോട്ടോണിനെ ആക്സെപ്റ്റ് ചെയ്യുന്നത്. സോ NH3 ആണ് ബേസായിട്ട് ആക്ട് ചെയ്യുന്നത്. ഇതിൻ്റെ ബാക്ക്വേർഡ് റിയാക്ഷൻ ഒന്ന് നോക്കൂ. NH4++OH- gives NH3+H2O എന്ന് വരും അല്ലേ. അപ്പോൾ NH4 പോസിറ്റീവ് എന്ത് ചെയ്യാണ്, ഒരു പ്രോട്ടോണിനെ റിലീസ് ചെയ്തിട്ട് NH3 ആയിട്ട് മാറും. സോ റിവേഴ്സ് റിയാക്ഷനിലെ ആസിഡ് ആരാണ്, NH4 പോസിറ്റീവാണ്. ഇനി OH- ഒരു H+ അയോണിനെ ആക്സെപ്റ്റ് ചെയ്തിട്ടാണ് H2O ആയിട്ട് മാറുന്നത്. സോ റിവേഴ്സ് റിയാക്ഷനിലെ ബേസ് ആരാണ്, OH- ആണ്. NH3 ആൻഡ് NH4 പോസിറ്റീവ്. ഫോർവേഡ് റിയാക്ഷനിലെ ബേസ് ആണ് NH3. ബാക്ക്വേർഡ് റിയാക്ഷനിലെ ആസിഡാണ് NH4 പോസിറ്റീവ്. ഈ NH3യും NH4 പോസിറ്റീവും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്, ഒരു H+ അയോണിൻ്റെ ഡിഫറൻസ് ആണ്. അതുപോലെ തന്നെ H2O എന്ന് പറയുന്നത് ഫോർവേഡ് റിയാക്ഷനിലെ ആസിഡാണ്. OH- എന്ന് പറയുന്നത് ബാക്ക്വേർഡ് റിയാക്ഷനിലെ ബേസ് ആണ്. സോ H2O ആൻഡ് OH- തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്, ഒരു H+ അയോണിൻ്റെ ഡിഫറൻസേ ഉള്ളൂ. ഇങ്ങനെ ആസിഡ് ബേസ് പെയർസ് ദാറ്റ് ഡിഫേഴ്സ് ബൈ ഓൺലി വൺ പ്രോട്ടോൺ ഈസ് കോൾഡ് എ കോഞ്ചുഗേറ്റ് ആസിഡ് ബേസ് പെയർ. ഇവിടെ NH3 എന്ന് പറയുന്ന ബേസ് H+ അയോൺസിനെ ആക്സെപ്റ്റ് ചെയ്യുമ്പോൾ ഫോം ചെയ്യുന്ന ആസിഡാണ് NH4 പോസിറ്റീവ്. സോ NH4 പോസിറ്റീവ് ആണ് കോഞ്ചുഗേറ്റ് ആസിഡ്. H2O എന്ന് പറയുന്ന ആസിഡ് H+ അയോണിനെ ഡൊണേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ബേസാണ് OH-. സോ OH- എന്ന് പറയുന്നത് H2Oൻ്റെ കോഞ്ചുഗേറ്റ് ബേസാണ്. ആൻഡ് ആസിഡ് ഈസ് ഫോംഡ് ഫ്രം ബേസ് ഈസ് കോൾഡ് കോഞ്ചുഗേറ്റ് ആസിഡ്. A base is formed from acid is called conjugate base. Acid minus H+ ion ആണ് conjugate base. Base plus H+ ion ആണ് conjugate acid. വേറൊരു എക്സാമ്പിൾ ആണ് HCl plus H2O gives H3O positive plus Cl minus. Here HCl donate one H+ ion to form conjugate base Cl minus. H2O accept H+ ion to form conjugate acid H3O positive. What is conjugate acid base pair? Illustrate with example. Previous question ആണ്. If the acid is strong, its conjugate base is weak and vice versa. HCl strong ആണെങ്കിൽ അതിൻ്റെ conjugate base ആയിട്ടുള്ള Cl- weak ആയിരിക്കും. Water can act both as acid and base. Therefore, water is called amphoteric substance. NH3 plus H2O gives NH4 positive plus OH-. ഇവിടെ H2O H+ അയോണിനെ ഡൊണേറ്റ് ചെയ്ത് OH- ആയി. സോ H2O ആസിഡ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. HCl plus H2O gives H3O positive plus Cl-. Here H2O accept H+ ion to form H3O positive. അതുകൊണ്ട് തന്നെ H2O ഇവിടെ ബേസ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. H2O and HSO4- can act both as Bronsted acids and bases. For each case give the corresponding conjugate acid and conjugate base. H2Oൻ്റെ കോഞ്ചുഗേറ്റ് ആസിഡ് എന്ന് പറയുമ്പോൾ H3O പോസിറ്റീവ് ആണ്. H2Oൻ്റെ കോഞ്ചുഗേറ്റ് ബേസ് എന്ന് പറയുന്നത് OH- ആണ്. HSO4- കോഞ്ചുഗേറ്റ് ആസിഡ് H2SO4 ആണ്. HSO4- കോഞ്ചുഗേറ്റ് ബേസ് SO4 ആണ്. ദെൻ ലൂയിസ് കോൺസെപ്റ്റ്. ലൂയിസ് കോൺസെപ്റ്റ് വെച്ചിട്ട് ഇലക്ട്രോൺ പെയറിനെ ആക്സെപ്റ്റ് ചെയ്യുന്ന ആളാണ് ആസിഡ്സ്. ഇലക്ട്രോൺ പെയറിനെ ഡൊണേറ്റ് ചെയ്യുന്ന ആളാണ് ബേസസ്. ആസിഡ്സ് ആർ ഇലക്ട്രോൺ പെയർ ആക്സെപ്റ്റേഴ്സ്, ബേസസ് ആർ ഇലക്ട്രോൺ പെയർ ഡോണേഴ്സ്. ഇനി ഇലക്ട്രോൺ പെയറിനെ ആക്സെപ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് ആയിരിക്കണം. ഇലക്ട്രോൺ കുറവുള്ളത് കൊണ്ടാണ് അത് ഇലക്ട്രോണിനെ ആക്സെപ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ലൂയിസ് ആസിഡായിട്ട് ആക്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിന് വേക്കൻ്റ് ആയിട്ടുള്ള ഓർബിറ്റൽസ് വേണം. വേക്കൻ്റ് ഓർബിറ്റൽസ് ഉള്ള ആൾക്കാരാണ് ലൂയിസ് ആസിഡായിട്ട് ആക്ട് ചെയ്യുന്നത്. ഇനി ഒരാൾ ഇലക്ട്രോണിനെ ഡൊണേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അയാൾ ഇലക്ട്രോൺ റിച്ച് ആയിരിക്കണം. അപ്പോൾ ലൂയിസ് ബേസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ലോൺ പെയർ ഇലക്ട്രോൺസ് ഉണ്ടാവും. അങ്ങനെ ലോൺ പെയർ ഇലക്ട്രോൺസ് ഉള്ളതുകൊണ്ടാണ് അത് ഇലക്ട്രോൺ പെയറിനെ ഡൊണേറ്റ് ചെയ്യുന്നത്. BF3 + NH3 എന്ന് പറഞ്ഞിട്ട് റിയാക്ഷൻ നടക്കുകയാണെങ്കിൽ BF3 ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് ആണ്, പക്ഷേ NH3 ഇലക്ട്രോൺ റിച്ച് ആണ്. എന്നിന് ലോൺ പെയർ ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പോൾ BF3 NH3യുടെ കയ്യിൽ നിന്ന് ലോൺ പെയർ ഇലക്ട്രോണിനെ ആക്സെപ്റ്റ് ചെയ്യും. സോ BF3 ആക്ട്സ് ആസ് ലൂയിസ് ആസിഡ് ആൻഡ് NH3 ആക്ട്സ് ആസ് ലൂയിസ് ബേസ്.
ഇനി ജനറലൈസ് ചെയ്യുകയാണെങ്കിൽ ഓൾ കാറ്റയോൺസ് ആർ ലൂയിസ് ആസിഡ്സ്, കാരണം ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് ആണ്. ഓൾ ആനയോൺസ് ആർ ലൂയിസ് ബേസസ്, ഇലക്ട്രോൺ റിച്ച് ആണ്. ലൂയിസ് ആസിഡിന് എക്സാമ്പിളാണ് BF3, AlCl3, H+, CO3+, Mg2+, എക്സെട്ര. ലൂയിസ് ബേസിന് എക്സാമ്പിളാണ് H2O, OH-, Cl-, Br-, എക്സെട്ര. H2Oയിൽ Oയ്ക്ക് ലോൺ പെയർ ഇലക്ട്രോൺസ് ഉള്ളതുകൊണ്ടാണ് അത് ലൂയിസ് ബേസ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ലൂയിസ് ആസിഡ് ബേസ് കോൺസെപ്റ്റിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഗിവ് ദ ലൂയിസ് കോൺസെപ്റ്റ് ഓഫ് ആസിഡ്സ് ആൻഡ് ബേസസ് വിത്ത് സ്യൂട്ടബിൾ എക്സാമ്പിൾസ്. Second one, classify the following into Lewis acid and Lewis base. H2O, NH3, AlCl3, H+. ഇവിടെ നോക്കുകയാണെങ്കിൽ H2Oനും NH3ക്കും ലോൺ പെയർ ഇലക്ട്രോൺസ് ഉള്ളതുകൊണ്ട് അത് ഇലക്ട്രോണിനെ ഡൊണേറ്റ് ചെയ്യും. സോ ലൂയിസ് ബേസസ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ദെൻ AlCl3 ആൻഡ് H+ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് ആയതുകൊണ്ട് ഇലക്ട്രോണിനെ ആക്സെപ്റ്റ് ചെയ്തിട്ട് ലൂയിസ് ആസിഡ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ദെൻ select Lewis acid from the following: NH3, OH-, BCl3, Cl-, H+. ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് ആയിട്ടുള്ള ഇലക്ട്രോൺ പെയർ ആക്സെപ്റ്റേഴ്സിനെയാണ് ലൂയിസ് ആസിഡ് എന്ന് പറയുന്നത്. സോ ഇവിടെ ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് ആയിട്ടുള്ളത് BCl3യും H+ഉം ആണ്. സോ അതാണ് ലൂയിസ് ആസിഡ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് ഈസ് ദ അയോണൈസേഷൻ കോൺസ്റ്റൻറ്റ് ഓഫ് വാട്ടർ ഓർ ദ അയോണിക് പ്രോഡക്റ്റ് ഓഫ് വാട്ടർ. വാട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീക്ക് ഇലക്ട്രോലൈറ്റ് ആണ്. സോ അയോണൈസസ് പാർഷ്യലി. H2O ഡിസോസിയേറ്റഡ് ടു ഫോം H++ OH-. ഈ H2Oയും പ്രോഡക്ട്സ് ആയിട്ടുള്ള H+ ആൻഡ് OH- ഇക്വിലിബ്രിയത്തിൽ വരുമ്പോൾ ഇക്വിലിബ്രിയം മിക്സ്ചർ ആയിട്ടാണ് അത് നിൽക്കുന്നത്. ഇക്വിലിബ്രിയം ഓർ ഡിസോസിയേഷൻ കോൺസ്റ്റൻറ്റ് ഓഫ് വാട്ടർ Kw is equal to molar concentration of H+ into molar concentration of OH- divided by molar concentration of H2O. പക്ഷേ H2O ലിക്വിഡ് ആയത് കാരണം അതിൻ്റെ മോളാർ കോൺസെൻട്രേഷൻ കോൺസ്റ്റൻ്റ് ആണ്, ഈക്വൽ ടു 1 ആണ്. സോ Kw is equal to molar concentration of H++ OH-. ഈ Kwനെ പറയുന്ന പേരാണ് അയോണൈസേഷൻ കോൺസ്റ്റൻറ്റ് ഓർ അയോണിക് പ്രോഡക്റ്റ് ഓഫ് വാട്ടർ. വാട്ട് ഈസ് അയോണൈസേഷൻ കോൺസ്റ്റൻറ്റ് ഓർ അയോണിക് പ്രോഡക്റ്റ് ഓഫ് വാട്ടർ? It is defined as the product of molar concentration of hydrogen ion or hydronium ion H+ or H3O positive and hydroxyl ion OH- in water or aqueous solution. At 298 Kelvin, molar concentration of H+ ion is equal to 1 into 10⁻⁻7 molar. Dissociation of water produces equal number of H+ and OH-. അതുകൊണ്ട് തന്നെ മോളാർ കോൺസെൻട്രേഷൻ ഓഫ് OH- എന്ത് തന്നെയാണ് 1 into 10⁻⁻7 മോളാർ. അറ്റ് 298 Kelvin Kw is equal to എന്ത് വരും? മോളാർ കോൺസെൻട്രേഷൻ ഓഫ് H+ ഇൻറ്റു മോളാർ കോൺസെൻട്രേഷൻ ഓഫ് OH- എന്ന് വരുമ്പോൾ രണ്ടിൻ്റെയും മോളാർ കോൺസെൻട്രേഷൻ 1 into 10⁻⁻7 ആയതുകൊണ്ട് 1 into 10⁻⁻7 സ്ക്വയർ എന്ന് വരും Kwൻ്റെ വാല്യൂ. സോ Kw is equal to 1 into 10⁻⁻14 m² എന്ന് കിട്ടും. The value of Kw is temperature dependent. ഇനി നമുക്ക് H+ അയോണിൻ്റെയും OH- അയോണിൻ്റെയും വാല്യൂസ് അറിയാം എന്നുണ്ടെങ്കിൽ നമുക്ക് സൊല്യൂഷൻസിനെ അസിഡിക്, ബേസിക് ആൻഡ് ന്യൂട്രൽ എന്ന് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഇപ്പം മോളാർ കോൺസെൻട്രേഷൻ ഓഫ് H+ അയോൺ അല്ലെങ്കിൽ മോളാർ കോൺസെൻട്രേഷൻ ഓഫ് H3O പോസിറ്റീവ് അയോൺ ആണ് കൂടുതലെങ്കിൽ, molar concentration of H3O positive greater than molar concentration of OH-, then the solution is acidic. ഇനി മോളാർ കോൺസെൻട്രേഷൻ ഓഫ് OH- ആണ് കൂടുതലെങ്കിൽ, മോളാർ കോൺസെൻട്രേഷൻ ഓഫ് OH- ഈസ് ഗ്രേറ്റർ ദാൻ മോളാർ കോൺസെൻട്രേഷൻ ഓഫ് H+ ഓർ H3O പോസിറ്റീവ് അയോൺ, ദെൻ ദാറ്റ് സൊല്യൂഷൻ ഈസ് ബേസിക്. ഇനി രണ്ടിൻ്റെ വാല്യൂ ഈക്വൽ ആണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ന്യൂട്രൽ. മോളാർ കോൺസെൻട്രേഷൻ ഓഫ് H3O പോസിറ്റീവ് ഈസ് ഈക്വൽ ടു മോളാർ കോൺസെൻട്രേഷൻ ഓഫ് OH-, ദെൻ ദ സൊല്യൂഷൻ ഈസ് ന്യൂട്രൽ. ദെൻ ദ pH സ്കെയിൽ. pH എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ലോഗരിതം ഓഫ് ഹൈഡ്രജൻ അയോൺ ഓർ ഹൈഡ്രോണിയം അയോൺ കോൺസെൻട്രേഷൻ ഇൻ മോൾസ് പെർ ലിറ്റർ. pH is equal to negative log molar concentration of H+ or negative log molar concentration of H3O positive. POH എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ OH- കോൺസെൻട്രേഷൻ്റെ നെഗറ്റീവാണ്, നെഗറ്റീവ് ലോഗാണ്. സോ POH is equal to negative log molar concentration of OH-. Hydronium ion concentration in moles per liter is more conveniently expressed on a logarithmic scale is known as pH scale.
ഈ പി എച്ച് സ്കെയിൽ കണ്ടുപിടിച്ചത് ആരാണ്? സോറൻസൺ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ്. പി എച്ച് സ്കെയിലിൻ്റെ നമ്പർ എന്ന് പറയുന്നത് 0 മുതൽ 14 വരെയാണ്. പി എച്ചിൻ്റെ വാല്യൂ ലെസ് ദാൻ 7 ആണെങ്കിൽ സൊല്യൂഷൻ അസിഡിക്കും, പി എച്ചിൻ്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ 7 ആണെങ്കിൽ ബേസിക്കും, പി എച്ച് =7 ആണെങ്കിൽ ന്യൂട്രലുമായിരിക്കും. വാട്ടർ ഒരു ന്യൂട്രൽ ആയിട്ടുള്ള ഒരു ലിക്വിഡാണ്. റിലേഷൻ ബിറ്റ്വീൻ പി എച്ച് ആൻഡ് പി ഒ എച്ച്. Kw = molar concentration of H plus ion into molar concentration of OH minus ion, that's equal to 10⁻⁻14. അത് നമുക്ക് കിട്ടിയതാണ്. Then taking negative logarithm on both sides of the equation. അപ്പോൾ നെഗറ്റീവ് log Kw = negative logarithm of molar concentration plus into molar concentration of OH minus എന്ന് വരും. log A into B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? log A plus B ആണ്. സോ നമുക്കിവിടെ എന്ത് കിട്ടും? നെഗറ്റീവ് ലോഗ് എച്ച് പ്ലസ് നെഗറ്റീവ് ലോഗ് ഒ എച്ച് മൈനസ് എന്ന് കിട്ടും. സോ നെഗറ്റീവ് ലോഗ് Kw pkw = നെഗറ്റീവ് ലോഗ് എച്ച് പ്ലസ് പി എച്ച് പ്ലസ് നെഗറ്റീവ് ലോഗ് ഒ എച്ച് മൈനസ് എന്ന് പറഞ്ഞാൽ പി ഒ എച്ച്. സോ pkw = പി എച്ച് പ്ലസ് പി ഒ എച്ച്. Kw = 10⁻⁻14 ആണ്. Therefore pkw = നെഗറ്റീവ് ലോഗ് 10⁻⁻14, that is equal to 14. Therefore pH plus POH is equal to 14. Previous questions. Define pH scale. Second one, the concentration of H plus ion in a soft drink is equal to 2 × 10⁻⁻3. Calculate its pH. Identify whether the solution is acidic or basic. അപ്പോൾ പി എച്ച് ഈസ് ഈക്വൽ ടു നമുക്കറിയാം നെഗറ്റീവ് ലോഗ് മോളാർ കോൺസെൻട്രേഷൻ ഓഫ് എച്ച് പ്ലസ് അയോൺ ആണ്. സോ മോളാർ കോൺസെൻട്രേഷൻ ഇവിടെ തന്നിട്ടുണ്ട് 2 × 10⁻³ മോളാർ. പി എച്ച് ഈസ് ഈക്വൽ ടു നെഗറ്റീവ് ലോഗ് 2 × 10⁻³ ലോഗ് എ ഇൻറ്റു ബി എന്നുള്ള രീതിയിലാണ് ഇത് കിടക്കുന്നത്. ദെർഫോർ നെഗറ്റീവ് ലോഗ് 2 പ്ലസ് നെഗറ്റീവ് ലോഗ് 10⁻³ നെഗറ്റീവ് ലോഗ് 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -0.3010 ആണ്. നെഗറ്റീവ് ലോഗ് 10⁻³ എന്ന് പറയുമ്പോൾ 3 ആണ്. ദെർഫോർ 3 - 0.3010, that is equal to 2.699. This is less than 7, therefore the soft drink is acidic. ഇനി പി എച്ച് തന്നിട്ട് എച്ച് പ്ലസ് അയോണിൻ്റെ കോൺസെൻട്രേഷൻ കാണാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ പി എച്ച് ഈസ് ഈക്വൽ ടു 3.76. എച്ച് പ്ലസ് അയോണിൻ്റെ കോൺസെൻട്രേഷൻ കാണാൻ പറയുകയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പി എച്ച് ഈസ് ഈക്വൽ ടു നെഗറ്റീവ് ലോഗ് എച്ച് പ്ലസ് അയോൺ. സോ 3.76 ഈസ് ഈക്വൽ ടു നെഗറ്റീവ് ലോഗ് എച്ച് പ്ലസ് അയോൺ. ദെൻ നെഗറ്റീവ് ഇപ്പുറത്തെ 3.76ലേക്ക് കൊടുക്കുക. ദെൻ ടേക്കിംഗ് ആൻറ്റിലോഗ് ഓൺ ബോത്ത് സൈഡ്സ്. ആൻറ്റിലോഗ് നെഗറ്റീവ് 3.76 ഈക്വൽ ടു കോൺസെൻട്രേഷൻ ഓഫ് എച്ച് പ്ലസ് അയോൺ. Therefore H plus ion concentration is equal to 10⁻³ എന്ന് കിട്ടും. അതിൻ്റെ വാല്യൂ 0.00017 ആണ്. ദാറ്റ്സ് ഈക്വൽ ടു 1.7 × 10⁻⁻4 മോളാർ. ദെൻ അയോണൈസേഷൻ കോൺസ്റ്റൻറ്റ് ഓഫ് വീക്ക് ആസിഡ് ആൻഡ് വീക്ക് ബേസ്. വീക്ക് ആസിഡ് നോക്കാം. HX plus H2O gives H3O positive plus X minus. Partial ionization of weak acid. Partial ionization of weak base MOH gives M++ OH minus. ഇവിടെ ആസിഡിൻ്റെ കേസിലായാലും ബേസിൻ്റെ കേസിലായാലും ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻസ് എന്ന് പറയുന്നത് C ആണ്. ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ഓഫ് പ്രോഡക്ട്സ് എന്ന് പറയുന്നത് 0 ആണ്. ഇനി ഇക്വിലിബ്രിയം കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് C ആൽഫ എമൗണ്ട് ഓഫ് റിയാക്റ്റൻസ് എന്തായിട്ട് മാറിയിട്ടുണ്ട്? പ്രോഡക്ട്സ് ആയിട്ട് മാറിയിട്ടുണ്ട്. സോ ഇക്വിലിബ്രിയം കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻസ് എന്ന് പറയുന്നത് സിയിൽ നിന്നും C ആൽഫ പോയി. സോ C - C ആൽഫ. പ്രോഡക്ട്സ് ഉണ്ടായത് C ആൽഫ H3O പോസിറ്റീവ്, C ആൽഫ X മൈനസ്, C ആൽഫ M+, C ആൽഫ OH മൈനസ്. സോ ഇക്വിലിബ്രിയം കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻസ് ഇസ് ഈക്വൽ ടു C × 1 - ആൽഫ. C പുറത്തേക്ക് എടുത്തു. ദെൻ പ്രോഡക്ട്സ് എന്ന് പറഞ്ഞാൽ C ആൽഫ ആൻഡ് C ആൽഫ. ഇവിടെ ആൽഫ എന്ന് പറഞ്ഞാൽ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ആണ്. ദെർഫോർ അയണൈസേഷൻ കോൺസ്റ്റൻറ്റ് ഓഫ് വീക്ക് ആസിഡ് നോക്കാം. Ka is equal to molar concentration of H3O positive into molar concentration of X minus divided by molar concentration of HX. Then ionization or dissociation constant of weak base എന്ന് പറഞ്ഞാൽ എന്താ? Kb is equal to molar concentration of M+ into molar concentration of OH minus divided by molar concentration of MOH. ഇനി എല്ലാ കോൺസെൻട്രേഷൻ വാല്യൂസും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. മോളാർ കോൺസെൻട്രേഷൻ ഓഫ് H3O പോസിറ്റീവ്, മോളാർ കോൺസെൻട്രേഷൻ ഓഫ് X മൈനസ് ഒക്കെ എന്താണ്? C ആൽഫയാണ്. ദെൻ മോളാർ കോൺസെൻട്രേഷൻ ഓഫ് HX എന്ന് പറയുന്നത് C × 1 - ആൽഫയാണ്. സോ Ka is equal to C ആൽഫ × C ആൽഫ divided by C × 1 - ആൽഫ. That is equal to C² ആൽഫ² divided by C × 1 - ആൽഫ. 1 Cയും
താഴെയുള്ള 1Cയും ക്യാൻസൽ ചെയ്തു. സോ C⁴² ഡിവൈഡഡ് ബൈ 1 മൈനസ് ആൽഫ. ഇത് തന്നെയാണ് വീക്ക് ബേസിൻ്റെ കേസിലും കിട്ടുന്നത്. Kb = C⁴² ഡിവൈഡഡ് ബൈ 1 മൈനസ് ആൽഫ. Ka ആൻഡ് Kb എന്ന് പറയുന്നത് ആസിഡിൻ്റെയും ബേസിൻ്റെയും സ്ട്രെങ്ത് ഡിറ്റർമൈൻ ചെയ്യുന്ന ഒരു ഫാക്ടറാണ്, അല്ലെങ്കിൽ മെഷർ ഓഫ് സ്ട്രെങ്ത് ആണ്. Ka ആൻഡ് Kb വെച്ചിട്ട് നമുക്ക് ഒരു ആസിഡ് അല്ലെങ്കിൽ ബേസ് സ്ട്രോങ് ആണോ വീക്ക് ആണോ എന്ന് പറയാം. ലാർജർ Ka വാല്യൂ ആണെന്നുണ്ടെങ്കിൽ സ്ട്രോങ്ങർ ഈസ് ദ ആസിഡ്. നമുക്കറിയാം നെഗറ്റീവ് ലോഗരിതം ഓഫ് Ka ആണ് pKa. അപ്പോൾ Ka വാല്യൂ കൂടിക്കഴിഞ്ഞാൽ pKa വാല്യൂ കുറയും, ആസിഡിൻ്റെ സ്ട്രെങ്ത് കൂടും. Ka വാല്യൂ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെങ്ത് ഓഫ് ദി ആസിഡ്. pK വാല്യൂ ആണെങ്കിൽ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെങ്ത് ഓഫ് ദി ആസിഡ്. ഇതുപോലെ തന്നെയാണ് ബേസിൻ്റെ കാര്യവും. Kb വാല്യൂ കൂടുമ്പോൾ pKb വാല്യൂ കുറയും, സ്ട്രെങ്ത് ഓഫ് ദി ബേസ് കൂടും. ഒരു ക്വസ്റ്റ്യൻ പറയാം. ദ അയണൈസേഷൻ കോൺസ്റ്റന്റ് ഓഫ് സം ആസിഡ്സ് ആർ ഗിവൺ ബിലോ. അറേഞ്ച് ദം ഇൻ ദ ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് ദെയർ ആസിഡ് സ്ട്രെങ്ത്. Acid HCOOH Ka value 1.8 into 10 raised to minus 4. HClO 3 into 10 raised to minus 8. HNO2 nitrous acid 4.5 into 10 raised to minus 4. HCN 4.9 into 10 raised to minus 10. നമുക്കറിയാം Ka വാല്യൂ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു അസിഡിക് സ്ട്രെങ്ത്. സോ ഇവിടുത്തെ വാല്യൂസ് നോക്കുമ്പോൾ അറിയാൻ പറ്റും. HNO2 ഈസ് മോർ സ്ട്രോങ്ങർ ദാൻ HCOOH, വിച്ച് ഈസ് മോർ സ്ട്രോങ്ങർ ദാൻ HClO, വിച്ച് ഈസ് മോർ സ്ട്രോങ്ങർ ദാൻ HCN. റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ Ka, Kb ആൻഡ് Kw. K എന്ന് പറഞ്ഞാൽ ഡിസോസിയേഷൻ കോൺസ്റ്റന്റ് ഓഫ് ആസിഡ്, Kb ഡിസോസിയേഷൻ കോൺസ്റ്റന്റ് ഓഫ് ബേസ്, Kw ഡിസോസിയേഷൻ കോൺസ്റ്റന്റ് ഓഫ് വാട്ടർ ഓർ അയോണിക് പ്രോഡക്റ്റ് ഓഫ് വാട്ടർ. ഒരു എക്സാമ്പിൾ എഴുതിയിട്ടുണ്ട്. NH4 പോസിറ്റീവ് പ്ലസ് H2O gives NH3 പ്ലസ് H3O പോസിറ്റീവ്. ഇവിടെ NH4 പോസിറ്റീവ് ഒരു പ്രോട്ടോണിനെ ഡൊണേറ്റ് ചെയ്യുമ്പോഴാണ് അല്ലെങ്കിൽ കളയുമ്പോഴാണ് NH3 ആയിട്ട് മാറുന്നത്. H2O ഒരു H+ അയോണിനെ പ്രോട്ടോണിനെ ആക്സെപ്റ്റ് ചെയ്യുമ്പോഴാണ് H3O പോസിറ്റീവായിട്ട് മാറുന്നത്. സോ ഇവിടെ NH4 പോസിറ്റീവ് എന്ന് പറയുന്നത് ആസിഡും H2O എന്ന് പറയുന്നത് ബേസും, NH3 എന്ന് പറയുന്നത് കോഞ്ചുഗേറ്റ് ബേസും H3O പോസിറ്റീവ് എന്ന് പറയുന്നത് കോഞ്ചുഗേറ്റ് ആസിഡുമാണ്. വേറൊരു റിയാക്ഷൻ NH3 പ്ലസ് H2O ഗിവ്സ് NH4 പോസിറ്റീവ് പ്ലസ് OH മൈനസ്. ഇവിടെ NH4 പോസിറ്റീവും NH3 എന്താണ് കോഞ്ചുഗേറ്റ് ആസിഡ് ബേസ് പെയറാണ്. ആദ്യത്തെ കേസിൽ NH4 പോസിറ്റീവ് ആസിഡായിട്ട് ആക്ട് ചെയ്യുന്നതുകൊണ്ട് ആസിഡിൻ്റെ ഡിസോസിയേഷനാണ്, അവിടെ നമ്മൾ Ka ആണ് എടുക്കേണ്ടത്. സെക്കൻഡ് കേസിൽ NH3 ബേസ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്, സോ നമ്മൾ Kb ആണ് ഡിസോസിയേഷൻ കോൺസ്റ്റൻറ്റ് എടുക്കേണ്ടത്. സോ ഫസ്റ്റ് ഇക്വേഷൻ്റെ Ka എന്ന് പറയുന്നത് എന്ത് വരും? NH3 മോളാർ കോൺസെൻട്രേഷൻ ഓഫ് NH3 ഇൻറ്റു മോളാർ കോൺസെൻട്രേഷൻ ഓഫ് H3O പോസിറ്റീവ് ഡിവൈഡ് ബൈ മോളാർ കോൺസെൻട്രേഷൻ ഓഫ് NH4 പോസിറ്റീവ്. H2O ലിക്വിഡ് ആയതുകൊണ്ട് അത് എടുക്കേണ്ട കാര്യമില്ല. Then Kb, second equation, Kb is equal to molar concentration of NH4 positive into molar concentration of OH minus divided by molar concentration of NH3. ഇനി നെറ്റ് റിയാക്ഷൻ നോക്കുകയാണ്. അതായത് ഫസ്റ്റ് റിയാക്ഷനിലെയും സെക്കൻഡ് റിയാക്ഷനിലെയും കോമൺ ആയിട്ടുള്ള പാർട്സ് നമ്മൾ ക്യാൻസൽ ചെയ്യുക. അതായത് ഫസ്റ്റ് റിയാക്ഷനിലെ LHSൽ എന്തെങ്കിലും കോമൺ ടേം സെക്കൻഡ് റിയാക്ഷനിലെ RHSൽ ഉണ്ടെങ്കിൽ അതിനെ ക്യാൻസൽ ചെയ്യാം. സോ NH4 പോസിറ്റീവ് ഫസ്റ്റ് റിയാക്ഷനിൽ LHSൽ ഉണ്ട്, സെക്കൻഡ് റിയാക്ഷനിൽ റൈറ്റ് ഹാൻഡ് സൈഡിൽ NH4 പോസിറ്റീവ് ഉണ്ട്, അത് ക്യാൻസൽ ചെയ്തു. ദെൻ NH3 ഒരെണ്ണം ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും ഒരെണ്ണം റൈറ്റ് ഹാൻഡ് സൈഡിലും ആയതുകൊണ്ട് അത് ക്യാൻസൽ ചെയ്തു. ദെൻ നെറ്റ് റിയാക്ഷൻ എന്ത് വരും? ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് റിയാക്ഷനിൽ H2O LHSൽ ഉള്ളതുകൊണ്ട് അതിനെ നമ്മൾ ആഡ് ചെയ്യണം. സോ 2H2O ഗിവ്സ് H3O പോസിറ്റീവ് പ്ലസ് OH മൈനസ് വരും. ഇത് എന്ന് പറയുന്നത് ഡിസോസിയേഷൻ ഓഫ് വാട്ടർ ആണ്. സോ അതിൻ്റെ കോൺസ്റ്റൻറ്റ് ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് എന്ത് വരും? Kw ഇസ് ഈക്വൽ ടു മോളാർ കോൺസെൻട്രേഷൻ ഓഫ് H3O പോസിറ്റീവ് ഇൻറ്റു മോളാർ കോൺസെൻട്രേഷൻ ഓഫ് OH മൈനസ്. അത് ഫസ്റ്റ് ഇക്വേഷൻ ആയിട്ട് എടുക്കാം. ഇനി നമ്മൾ Ka ഇൻറ്റു Kb ചെയ്യാണ്. മോളാർ കോൺസെൻട്രേഷൻ ഓഫ് NH3 ഇൻറ്റു മോളാർ കോൺസെൻട്രേഷൻ ഓഫ് H3O പോസിറ്റീവ് ഡിവൈഡഡ് ബൈ മോളാർ കോൺസെൻട്രേഷൻ ഓഫ് NH4 പോസിറ്റീവ് ഇൻറ്റു Kb. അതായത് മോളാർ കോൺസെൻട്രേഷൻ ഓഫ് NH4 പോസിറ്റീവ് ഇൻറ്റു മോളാർ കോൺസെൻട്രേഷൻ ഓഫ് OH മൈനസ് ഡിവൈഡഡ് ബൈ മോളാർ കോൺസെൻട്രേഷൻ ഓഫ് NH3. ഇവിടെ നമ്മൾ ക്യാൻസൽ ചെയ്യാവുന്നതൊക്കെ ക്യാൻസൽ ചെയ്യും. NH4 പോസിറ്റീവ് ക്യാൻസൽ ചെയ്യും, NH3 ക്യാൻസൽ ചെയ്യും. സോ നമുക്ക് എന്താണ് കിട്ടുന്നത്? മോളാർ കോൺസെൻട്രേഷൻ ഓഫ് H3O പോസിറ്റീവ് ഇൻറ്റു മോളാർ കോൺസെൻട്രേഷൻ ഓഫ് OH മൈനസ് കിട്ടും. ഇത് തന്നെയാണ് നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത്. Ka ഇൻറ്റു Kbയുടെ ആൻസർ തന്നെയാണ് നമ്മൾ Kwനും കിട്ടിയിരിക്കുന്നത്. സോ Ka ഇൻറ്റു Kb ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാം? Kw എഴുതാം. അതിൻ്റെ വാല്യൂ നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട്, 10⁻⁻⁴ ആണ്. ലോഗരിതം രണ്ട് സൈഡിൽ എടുക്കുമ്പോൾ നമുക്ക് നെഗറ്റീവ് ലോഗ് Ka പ്ലസ് നെഗറ്റീവ് ലോഗ് Kb ഇസ് ഈക്വൽ ടു നെഗറ്റീവ് ലോഗ് Kw എന്ന് കിട്ടും. നെഗറ്റീവ് ലോഗ് Ka pKa
plus negative log kb pkb is equal to negative log kw is equal to pkw. So pka plus pkb is equal to pkw, that is equal to 14. Next is common ion effect. Dissociation of a weak acid നമുക്ക് നോക്കാം, അതായത് അസറ്റിക് ആസിഡ്. CH3COOH dissociated to form CH3COO minus plus H plus. ഇതൊരു ഇക്വിലിബ്രിയം റിയാക്ഷനാണ്. ഈ ഒരു ഇക്വിലിബ്രിയം കണ്ടീഷനിലേക്ക് നമ്മൾ ഒരു സോഡിയം അസറ്റേറ്റ് എന്ന് പറഞ്ഞിട്ടൊരു കോമ്പൗണ്ട് ആഡ് ചെയ്യാണ്. ഈ സോഡിയം അസറ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സോൾട്ട് ഓഫ് അസറ്റിക് ആസിഡ് ആണ്. അതായത് CH3COOHലെ ഹൈഡ്രജനെ മാറ്റി Na ആക്കിയ സോൾട്ടാണ് CH3COONa. അപ്പോൾ CH3COOHലും CH3COONa എന്ന് പറയുന്ന കോമ്പൗണ്ടിലും കോമൺ ആയിട്ട് വരുന്നത് എന്താണ്? CH3COO മൈനസ് എന്ന് പറയുന്ന ഒരു കോമൺ ആനിയോണാണ്. ഇങ്ങനെ ആഡ് ചെയ്യുന്ന സമയത്ത് CH3COO മൈനസിൻ്റെ കോൺസെൻട്രേഷൻ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും? കൂടും. കാരണം രണ്ടിലും CH3COO മൈനസ് ഉള്ളതുകൊണ്ട്. അപ്പോൾ ഇവിടെ CH3COO മൈനസ് എന്ന് പറയുന്ന പ്രോഡക്റ്റ് ആണ്. അപ്പോൾ പ്രോഡക്റ്റിൻ്റെ കോൺസെൻട്രേഷൻ കൂടി. അപ്പോൾ അക്കോർഡിംഗ് ടു ലേ ഷാറ്റ്ലിയസ് പ്രിൻസിപ്പിൾ എന്താണ്? ഇക്വിലിബ്രിയം കണ്ടീഷനിൽ എന്തെങ്കിലും തരത്തിലുള്ള കോൺസെൻട്രേഷൻ ചേഞ്ച് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ആ ഒരു ഇക്വിലിബ്രിയം റിയാക്ഷൻ എന്ത് ചെയ്യും? ആ കോൺസെൻട്രേഷൻ ചേഞ്ചിനെ ക്യാൻസൽ ചെയ്തിട്ട് വീണ്ടും ഒരു ഇക്വിലിബ്രിയം എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യും. അപ്പോൾ ഇവിടെ പ്രോഡക്റ്റ് കോൺസെൻട്രേഷൻ കൂടുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്? ആ പ്രോഡക്റ്റിൻ്റെ കോൺസെൻട്രേഷനെ കുറയ്ക്കണം. അപ്പോൾ ഇവിടുത്തെ ഈ പ്രോഡക്റ്റ് ആയിട്ടുള്ള CH3COO മൈനസിൻ്റെ കോൺസെൻട്രേഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? അതിനെ വീണ്ടും എന്താക്കിയിട്ട് മാറ്റും? CH3COOH ആക്കി മാറ്റാൻ വേണ്ടിയിട്ട് റിയാക്ഷൻ ബാക്ക്വേർഡ് ഡിറക്ഷനിലേക്ക് നടക്കും. റിയാക്ഷൻ ഷിഫ്റ്റ് ടുവേർഡ്സ് ബാക്ക്വേർഡ് ഡിറക്ഷൻ, അതായത് അൺഡിസോസിയേറ്റഡ് ആയിട്ടുള്ള അസറ്റിക് ആസിഡിൻ്റെ സൈഡിലേക്കാണ് ഷിഫ്റ്റ് ചെയ്യുന്നത്, ഇക്വിലിബ്രിയം ഷിഫ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ CH3COOHൻ്റെ ഡീകമ്പോസിഷനെ സപ്രസ് ചെയ്തു, അതായത് തടഞ്ഞു വെച്ചിരിക്കുകയാണ്. എങ്ങനെയാണ് അതിനെ തടഞ്ഞത്? ബൈ ദ അഡീഷൻ ഓഫ് സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് കണ്ടെയ്നിങ് കോമൺ അയോൺ, അതായത് CH3COONa. ഇങ്ങനെയുള്ള എഫക്റ്റിനെയാണ് കോമൺ അയോൺ എഫക്റ്റ് എന്ന് പറയുന്നത്. സോ കോമൺ അയോൺ എഫക്റ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദി സപ്രഷൻ ഓഫ് ദി ഡിസോസിയേഷൻ ഓഫ് എ വീക്ക് ഇലക്ട്രോലൈറ്റ് ബൈ ദ അഡീഷൻ ഓഫ് എ സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് കണ്ടെയ്നിങ് കോമൺ അയോൺ. ഇവിടെ ഒരു എക്സാമ്പിൾ എഴുതിയിട്ടുണ്ട്. NH4OH gives NH4 positive plus OH minus. ഇവിടെ NH4OHൻ്റെ ഡിസോസിയേഷൻ സപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് ആഡ് ചെയ്യുന്നത്? NH4Cl എന്ന് പറയുന്ന ഒരു സോൾട്ടാണ് ആഡ് ചെയ്യുന്നത്. ഈ NH4Clലും NH4OHലുള്ള കോമൺ അയോൺ ഏതാണ്? NH4 പോസിറ്റീവ് എന്ന് പറയുന്ന കാറ്റയോൺ ആണ്. സോ NH4 പോസിറ്റീവ് കോൺസെൻട്രേഷൻ ഇൻക്രീസ് ചെയ്യും. അപ്പോൾ അതിനെ കുറയ്ക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ എന്താണ്? ആ ഒരു ഇക്വിലിബ്രിയം ലെഫ്റ്റ് സൈഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. ബഫർ സൊല്യൂഷൻ. ഒരു സൊല്യൂഷൻ്റെ pH എന്ന് പറയുന്നത് X ആണ്. ഈ സൊല്യൂഷനിലേക്ക് നമ്മൾ ഒന്നില്ലെങ്കിൽ വാട്ടർ, അതായത് ആ സൊല്യൂഷനെ ഒന്നില്ലെങ്കിൽ നമ്മൾ ഡയലൂട്ട് ചെയ്യുക, അതല്ലെങ്കിൽ അതിലേക്കൊരു ആസിഡ് ആഡ് ചെയ്യുക, അതും അല്ലെങ്കിൽ അതിലേക്കൊരു ആൽക്കലി ആഡ് ചെയ്യുക. ഇങ്ങനെ ആഡ് ചെയ്യുമ്പോഴും ആ സൊല്യൂഷൻ്റെ pH എന്ന് പറയുന്നത് X ആയി തന്നെ തുടരുകയാണെങ്കിൽ, അതായത് നോ ചേഞ്ച് ഇൻ pH ആണെന്നുണ്ടെങ്കിൽ ഇത്തരം സൊല്യൂഷൻസിനെയാണ് ബഫർ സൊല്യൂഷൻ എന്ന് പറയുന്നത്. സാധാരണയായിട്ട് ആസിഡ് ആൽക്കലി ആഡ് ചെയ്യുമ്പോഴൊക്കെ എന്താണ്? pHന് മാറ്റം വരേണ്ടതാണ്. പക്ഷേ ഇവിടെ pHന് മാറ്റം വരുന്നില്ല. Buffer solutions are solutions which resist change in pH on dilution or with the addition of small amounts of acid or base. രണ്ട് തരത്തിലുള്ള ബഫർ ഉണ്ട്, അസിഡിക് ബഫറും ബേസിക് ബഫറും. pH ലെസ് ദാൻ 7 ആണെന്നുണ്ടെങ്കിൽ അസിഡിക് ബഫറും pH ഗ്രേറ്റർ ദാൻ 7 ആണെന്നുണ്ടെങ്കിൽ ബേസിക് ബഫറുമാണ്. വീക്ക് ആസിഡ് പ്ലസ് സോൾട്ട് ഓഫ് വീക്ക് ആസിഡ് ആണെന്നുണ്ടെങ്കിൽ അത് അസിഡിക് ബഫറാണ്. എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ CH3COOH പ്ലസ് CH3COONa. ഇതിൽ CH3COOH എന്ന് പറയുന്നത് വീക്ക് ആസിഡ് ആണ്. അതിൻ്റെ ഒരു സോൾട്ടാണ് CH3COONa എന്ന് പറയുന്നത്. ഇതിൻ്റെ അക്വ സൊല്യൂഷനെ നമ്മൾ അസിഡിക് ബഫർ എന്ന് വിളിക്കും. അതല്ലെങ്കിൽ നമുക്ക് വേറെ തരത്തിൽ പറയാം, വീക്ക് ആസിഡിൻ്റെയും സോൾട്ട് ഓഫ് സ്ട്രോങ് ബേസിൻ്റെയും അക്വ സൊല്യൂഷനെ എന്ത് വിളിക്കാം? അസിഡിക് ബഫർ എന്ന് വിളിക്കാം. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ CH3COOH എന്ന് പറയുന്നത് എന്താണ്? വീക്ക് ആസിഡ് ആണ്. NaOH എന്ന് പറയുന്നത് എന്താണ്? സ്ട്രോങ് ബേസ് ആണ്. ഈ NaOHൻ്റെ ഒരു സോൾട്ടാണ് CH3COONa. NaOHലെ NAയുടെ കൂടെ CH3COO മൈനസ് കൂടുമ്പോൾ വരുന്ന ഒരു സോൾട്ടാണ് CH3COONa. സോ നമുക്ക് എന്ത് പറയാൻ പറ്റും? സോൾട്ട് ഓഫ് സ്ട്രോങ് ബേസ് എന്ന് പറയാൻ പറ്റും. എളുപ്പത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ വീക്ക് ആസിഡ് പ്ലസ് സോൾട്ട് ഓഫ് വീക്ക് ആസിഡ് എന്ന് പഠിക്കാം. ബേസിക് ബഫർ എന്ന് പറഞ്ഞാൽ മിക്സ്ചർ ഓഫ് ഈക്വൽ എമൗണ്ട് ഓഫ് വീക്ക് ബേസ് ആൻഡ് സോൾട്ട് ഓഫ് വീക്ക് ബേസ്. NH4OH പ്ലസ് NH4Cl, അതല്ലെങ്കിൽ വീക്ക് ബേസ് പ്ലസ് സോൾട്ട് ഓഫ്
സ്ട്രോങ് ആസിഡ് എന്ന് പറയാം. ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, ഡിഫൈൻ ബഫർ സൊല്യൂഷൻ ആൻഡ് റൈറ്റ് ആൻ എക്സാമ്പിൾ ഫോർ അസിഡിക് ബഫർ. നെക്സ്റ്റ് ഈസ് pH ഓഫ് എ ബഫർ സൊല്യൂഷൻ, ഹെൻഡേഴ്സൺ ഹേസൽബാക്ക് ഇക്വേഷൻ. HA എന്ന് പറയുന്ന വീക്ക് ആസിഡിൻ്റെ അയോണൈസേഷൻ നോക്കാം. HA പ്ലസ് H2O ഗീവ്സ് H3O പോസിറ്റീവ് പ്ലസ് A മൈനസ്. ഇവിടെ HA എന്ന് പറയുന്ന ആസിഡ് എന്ത് ചെയ്യും, ഒരു H പ്ലസ് അയോണിനെ ഡൊണേറ്റ് ചെയ്തിട്ട് A മൈനസ് എന്ന് പറഞ്ഞ കോൺജുഗേറ്റ് ബേസ് ആയിട്ട് മാറും. H2O എന്ന് പറയുന്ന ബേസ് ഒരു H പ്ലസ് അയോണിനെ ആക്സെപ്റ്റ് ചെയ്ത് H3O പോസിറ്റീവ് എന്ന് പറയുന്ന കോൺജുഗേറ്റ് ആസിഡായിട്ട് മാറും. സോ ഇവിടുത്തെ ഡിസോസിയേഷൻ ഓഫ് വീക്ക് ആസിഡ് KA ഇസ് ഈക്വൽ ടു എന്ത് വരും, molar concentration of H3O positive into molar concentration of A minus divided by molar concentration of HA. നെഗറ്റീവ് ലോഗരിതം രണ്ട് സൈഡിലും എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും നെഗറ്റീവ് ലോഗ് KA ഈസ് ഈക്വൽ ടു നെഗറ്റീവ് ലോഗ് H3O പോസിറ്റീവ് പ്ലസ് നെഗറ്റീവ് ലോഗ് A മൈനസ് മൈനസ് നെഗറ്റീവ് ലോഗ് HA. നെഗറ്റീവ് ലോഗ് KA ഈസ് PKA. നെഗറ്റീവ് ലോഗ് H പ്ലസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ H3O പോസിറ്റീവ് എന്ന് പറയുന്നത് PH. ലോഗ് A മൈനസ് മൈനസ് ലോഗ് HA എന്ന് പറയുന്നത് എങ്ങനെ എഴുതാം, ലോഗ് A മൈനസ് ഡിവൈഡഡ് ബൈ HA എന്ന് എഴുതാം. സോ PKA ഇസ് ഈക്വൽ ടു PH മൈനസ് ലോഗ് A മൈനസ് ഡിവൈഡഡ് ബൈ HA എന്ന് കിട്ടും. അപ്പോൾ PH ഇസ് ഈക്വൽ ടു എന്ത് വരും, PKA പ്ലസ് ലോഗ് മോളാർ കോൺസെൻട്രേഷൻ ഓഫ് A മൈനസ് മോളാർ കോൺസെൻട്രേഷൻ ഓഫ് HA എന്ന് വരും. ഇവിടുത്തെ ഈ A മൈനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺജുഗേറ്റ് ബേസ് ആണ്, HA എന്ന് പറഞ്ഞാൽ ആസിഡ് ആണ്. സോ ഇക്വേഷൻ എന്ത് വരും, PH ഇസ് ഈക്വൽ ടു PKA പ്ലസ് ലോഗ് കോൺജുഗേറ്റ് ബേസ് ബൈ ആസിഡ്. അതല്ലെങ്കിൽ PH ഇസ് ഈക്വൽ ടു PKA പ്ലസ് ലോഗ് മോളാർ കോൺസെൻട്രേഷൻ ഓഫ് സോൾട്ട് ഡിവൈഡഡ് ബൈ മോളാർ കോൺസെൻട്രേഷൻ ഓഫ് ആസിഡ് എന്നും എഴുതാം. ഈ ഒരു ഇക്വേഷനാണ് ഹെൻഡേഴ്സൺ ഹേസൽബാക്ക് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഫോർ ബേസിക് ബഫർ POH ഇസ് ഈക്വൽ ടു PKA പ്ലസ് ലോഗ് molar concentration of salt divided by molar concentration of base, or POH is equal to pKa plus log molar concentration of conjugate acid divided by molar concentration of base എന്ന് വരും. ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, റൈറ്റ് ദ ഹെൻഡേഴ്സൺ ഹേസൽബാക്ക് ഇക്വേഷൻ ഫോർ ആൻ അസിഡിക് ബഫർ, calculate the pH of an acidic buffer containing 0.1 molar CH3COOH and 0.5 molar CH3COONA. Ka for CH3COOH is 1.8 into 10 raised to minus 6. Henderson-Hasselbalch equation for acidic buffer is equal to pH is equal to pKa plus log molar concentration of conjugate base divided by acid. Acidic buffer ആണെങ്കിൽ താഴെയാണ് ആസിഡ് വരാം, ഓക്കെ, ഡിവൈഡഡ് ബൈ ആസിഡ് എന്നാണ് വരുന്നത്. ഓക്കെ, ഇവിടെ KA വാല്യൂ തന്നിട്ടുണ്ട്, അതിൽ നിന്ന് നമുക്ക് PKA വാല്യൂ കണ്ടുപിടിക്കാം. PKA ഇസ് ഈക്വൽ ടു നെഗറ്റീവ് ലോഗ് KA ആണ്. സോ നെഗറ്റീവ് ലോഗ് 1.8 ഇൻറ്റു 10 റേസ് ടു മൈനസ് 6, ദാറ്റ്സ് ഈക്വൽ ടു നെഗറ്റീവ് ലോഗ് 1.8 പ്ലസ് നെഗറ്റീവ് ലോഗ് 10 റേസ് ടു മൈനസ് 6. നെഗറ്റീവ് ലോഗ് 10 റേസ് ടു മൈനസ് 6 എന്ന് പറഞ്ഞാൽ 6 ആണ്. നെഗറ്റീവ് ലോഗ് 1.8ൻ്റെ വാല്യൂ നെഗറ്റീവ് 0.2552. സോ 6 മൈനസ് 0.2552 is equal to 5.74. ഇനി CH3COOH തന്നിട്ടുണ്ട്, CH3COONA തന്നിട്ടുണ്ട്. അതിൽ ആസിഡ് ഏതാണ്, CH3COOH ആണ്. സോൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CH3COONA. സോ PH is equal to PKA plus log salt divided by acid. അപ്പോൾ എന്ത് വരും, PH is equal to 5.74 plus log salt by acid. മോളാർ കോൺസെൻട്രേഷൻ ഓഫ് സോൾട്ട് തന്നിട്ടുണ്ട് 0.5 മോളാർ, മോളാർ കോൺസെൻട്രേഷൻ ഓഫ് ആസിഡ് തന്നിട്ടുണ്ട് 0.1 മോളാർ. സോ ലോഗ് 0.5 ഡിവൈഡ് ബൈ 0.1 എന്ന് വരും. സോ 5.74 പ്ലസ് ലോഗ് 0.5 മൈനസ് ലോഗ് 0.1, അതിൻ്റെ വാല്യൂ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും 5.74 പ്ലസ് മൈനസ് 0.3010 മൈനസ് മൈനസ് 1. സോ 5.74 മൈനസ് 0.699 എന്ന് വരും. അതിൻ്റെ ആൻസർ 5.041. ദെൻ സോലിബിലിറ്റി പ്രോഡക്റ്റ് കോൺസ്റ്റൻറ്റ്. നമ്മൾ സോലിബിലിറ്റി ഏതിൻ്റെ കേസിലാണ് പറയുക, ഇൻസോലിബിൾ ആയിട്ടുള്ളതിൻ്റെ കേസിൽ അല്ലെങ്കിൽ പാർഷ്യലി സോലിബിൾ ആയിട്ടുള്ളതിൻ്റെ കേസിലൊക്കെയാണ് നമ്മൾ സോലിബിലിറ്റി പറയുക. കംപ്ലീറ്റ്ലി സോലിബിൾ ആയിട്ടുള്ളതിൽ എത്ര സോലിബിളായി നമുക്ക് നോക്കേണ്ട കാര്യമില്ല. പാർഷ്യലി സോലിബിൾ ആകുമ്പോഴാണ് എത്രത്തോളം സോലിബിളായി എന്ന് നമ്മൾ നോക്കേണ്ട കാര്യമുള്ളൂ. അപ്പോൾ കൺസിഡർ ദ ഡിസോസിയേഷൻ ഓഫ് എ സ്പെയറിംഗ്ലി സോലുബിൾ സോൾട്ട് BaSO4 ഇൻ വാട്ടർ. ഈ ബേരിയം സൾഫേറ്റ് ഡിസോസിയേറ്റ് ചെയ്യുന്നത് പാർഷ്യലി മാത്രമാണ്. അപ്പോൾ അവിടെ അൺഡിസോൾഡ് ആയിട്ടുള്ള സോളിഡും ഉണ്ടാവും,
അതുപോലെ തന്നെ ഡിസോൾവ് ചെയ്ത് കിടക്കുന്ന അയോൺസും ഉണ്ടാവും. അതിൻ്റെ ഇടയ്ക്കൊരു ഇക്വിലിബ്രിയം ഉണ്ടാവും. സോ BaSO4 സോളിഡ് ഗീവ്സ് Ba2 പ്ലസ് aqueous പ്ലസ് SO4 2 - aqueous. അതിൻ്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് വാല്യൂ K is equal to മോളാർ കോൺസെൻട്രേഷൻ ഓഫ് Ba2 പ്ലസ് ഇൻറ്റു മോളാർ കോൺസെൻട്രേഷൻ ഓഫ് SO4 2 - ഡിവൈഡഡ് ബൈ BaSO4. BaSO4നെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുപോകുമ്പോൾ K ഇൻറ്റു BaSO4 is equal to മോളാർ കോൺസെൻട്രേഷൻ ഓഫ് Ba2 പ്ലസ് ഇൻറ്റു മോളാർ കോൺസെൻട്രേഷൻ ഓഫ് SO4 2 - എന്ന് വരും. ഈ മോളാർ കോൺസെൻട്രേഷൻ ഓഫ് BaSO4 എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്, അതായത് ഇത് സോളിഡ് ആണ്. സോ K എന്ന് പറയുന്ന കോൺസ്റ്റൻറ്റും ഈ മോളാർ കോൺസെൻട്രേഷൻ ഓഫ് BaSO4 എന്ന് പറയുന്ന കോൺസ്റ്റൻറ്റും കൂടി ചേർന്ന് നമുക്ക് പുതിയൊരു കോൺസ്റ്റൻറ്റ് കിട്ടും. അതാണ് KSP. അതിനെയാണ് നമ്മൾ സോലിബിലിറ്റി പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. അതിന് വാല്യൂ മോളാർ കോൺസെൻട്രേഷൻ ഓഫ് Ba2 പ്ലസ് ഇൻറ്റു മോളാർ കോൺസെൻട്രേഷൻ ഓഫ് SO4 2 - എന്നാണ്. സോലിബിലിറ്റി പ്രോഡക്റ്റിനെ സോലിബിലിറ്റി പ്രോഡക്റ്റ് കോൺസ്റ്റൻറ്റ് എന്നുകൂടി പറയും. വാട്ട് ഈസ് സോലിബിലിറ്റി പ്രോഡക്റ്റ്? സോലിബിലിറ്റി പ്രോഡക്റ്റ് ഈസ് ദ പ്രോഡക്റ്റ് ഓഫ് മോളാർ കോൺസെൻട്രേഷൻ ഓഫ് അയോൺസ് ഓഫ് സ്പെയറിംഗ്ലി സോലുബിൾ സോൾട്ട് ഓർ ഇൻ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ. സാച്ചുറേറ്റഡ് സൊല്യൂഷനിലേക്ക് വീണ്ടും വീണ്ടും നമ്മൾ എന്താണ് സോൾട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് അൺഡിസോൾവ് ആയിട്ട് അതിൽ സോളിഡ് കിടക്കും. 1 മോൾ ഓഫ് സബ്സ്റ്റൻസിൻ്റെ സോലിബിലിറ്റിയാണ് നമ്മൾ മോളാർ സോലിബിലിറ്റി എന്ന് പറയുന്നത്. അത് S എന്നാണ് എടുക്കുന്നത്. എസ് എമൗണ്ട് ഓഫ് ബേരിയം സൾഫേറ്റ് സോലുബിൾ ആണെന്നുണ്ടെങ്കിൽ Ba2 പ്ലസിൻ്റെയും SO4 2 - കോൺസെൻട്രേഷനും എന്ത് തന്നെയാണ്? എസ് തന്നെയാണ്. സോ KSP ഇസ് ഈക്വൽ ടു മോളാർ കോൺസെൻട്രേഷൻ ഓഫ് Ba2 പ്ലസ് ഇൻറ്റു മോളാർ കോൺസെൻട്രേഷൻ ഓഫ് SO4 - ദാറ്റ് ഇസ് ഈക്വൽ ടു S ഇൻറ്റു S ഇസ് ഈക്വൽ ടു S സ്ക്വയർ. ജനറൽ ഒരു ഇക്വേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ AB ഗീവ്സ് A പ്ലസ് B മൈനസ്. AB S എമൗണ്ട് ഡിസോൾവ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൊല്യൂഷനിൽ എന്താണ് അതിൻ്റെ അയോൺസും S എമൗണ്ട് ഉണ്ടാവും, A പ്ലസും S എമൗണ്ട് ഉണ്ടാവും, B മൈനസും S എമൗണ്ട് ഉണ്ടാവും. സോ KSP ഇസ് ഈക്വൽ ടു എന്ത് വരും? S സ്ക്വയർ വരും. സെക്കൻഡ് ടൈപ്പ് AB2 ഗീവ്സ് A പ്ലസ് പ്ലസ് 2B മൈനസ്. S എമൗണ്ട് ഓഫ് AB2 ഡിസോൾവ് ചെയ്തിട്ടുണ്ടെങ്കിൽ A പ്ലസ് അയോൺസും B മൈനസ് അയോൺസും S എമൗണ്ട് ഉണ്ടാവും. സോ A പ്ലസ് പ്ലസ് 2B മൈനസ് ആണ്. അപ്പോൾ A പ്ലസിന് S എന്നും 2B മൈനസ് രണ്ടെണ്ണുള്ളത് കൊണ്ട് 2S എന്നും ആണ് എമൗണ്ട് വരുന്നത്. KSP ഇസ് ഈക്വൽ ടു എന്താണ്? മോളാർ കോൺസെൻട്രേഷൻ ഓഫ് A പ്ലസ് ഇൻറ്റു മോളാർ കോൺസെൻട്രേഷൻ ഓഫ് B മൈനസ് സ്ക്വയർ ആണ്. മോളാർ കോൺസെൻട്രേഷൻ ഓഫ് A പ്ലസ് എന്ന് പറയുന്നത് എസും മോളാർ കോൺസെൻട്രേഷൻ ഓഫ് B മൈനസ് എന്ന് പറയുന്നത് 2S സ്ക്വയറും ആണ്. സോ നമുക്ക് എന്ത് കിട്ടും? 4S³ എന്ന് കിട്ടും. ഇനി A2B ടൈപ്പ് ആണെങ്കിലോ? A2Bയുടെ നമുക്ക് ഡയറക്റ്റ് എഴുതി നോക്കാം. A2 എന്ന് പറയുമ്പോൾ നമ്മൾ അപ്പം തന്നെ എഴുതുക 2S ഹോൾ സ്ക്വയർ. B എന്ന് പറയുന്നത് ഒരെണ്ണേ ഉള്ളൂ, സോ ഒരു S എഴുതിയാൽ മതി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 4S സ്ക്വയർ ഇൻറ്റു S ഇസ് ഈക്വൽ ടു 4S³. ഇനി AB3 ടൈപ്പ് എന്ന് പറയുമ്പോൾ അപ്പോൾ തന്നെ നമുക്ക് എഴുതാൻ പറ്റും A അത് ഒന്നേ ഉള്ളൂ, അപ്പോൾ S. B3 എന്ന് പറയുമ്പോൾ 3S ഹോൾ ക്യൂബ് എന്ന് വരും. സോ 3S ഹോൾ ക്യൂബിന് എന്ത് വരും? 27S³ എന്ന് വരും. ദെൻ എയുടെ ഒരു S, അപ്പോൾ 27S⁴. ജനറലി പറയുകയാണെന്നുണ്ടെങ്കിൽ AXBY എന്ന് പറഞ്ഞിട്ടൊരു കോമ്പൗണ്ട് ആണെങ്കിൽ XA⁴Y പ്ലസ് പ്ലസ് YB⁴X മൈനസ് എന്നാണ് ഡിസോസിയേറ്റ് ചെയ്യുക. അപ്പോൾ AXBY നമുക്ക് ഡയറക്റ്റ് തന്നെ എഴുതാൻ പറ്റും. KSP എന്ത് വരും? XS ഹോൾ റേസ് ടു X, YS ഹോൾ റേസ് ടു Y. ഇത്രയും പഠിച്ചാൽ മതി. സോ A2X3 എന്ത് വരും? 2S ഹോൾ സ്ക്വയർ ഇൻറ്റു 3S ഹോൾ ക്യൂബ്. KSഉം QSഉം തമ്മിലുള്ള റിലേഷൻഷിപ്പ് പറഞ്ഞ പോലെ തന്നെ KSPയും QSPയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഉണ്ട്. KSP ഗ്രേറ്റർ ദാൻ QSP ആണെങ്കിൽ ഡിസൊല്യൂഷൻ ഒക്കേഴ്സ്. KSP ലെസ് ദാൻ QSP ആണെങ്കിൽ പ്രസിപ്പിറ്റേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. KSP ഈക്വൽ ടു QSP ആണെങ്കിൽ ഇക്വിലിബ്രിയം. ഒരു ക്വസ്റ്റ്യൻ ആണ്. AgCl ഗീവ്സ് Ag പ്ലസ് പ്ലസ് Cl മൈനസ്. Solubility of AgCl is equal to 1.06 into 10⁻⁻⁵ moles per liter. Find out the KSP. KSP is equal to എന്ത് വരും? മോളാർ കോൺസെൻട്രേഷൻ ഓഫ് Ag പ്ലസ് ഇൻറ്റു മോളാർ കോൺസെൻട്രേഷൻ ഓഫ് Cl മൈനസ്. ഇതൊരു AB ടൈപ്പ് ആയതുകൊണ്ട് രണ്ടിനും S സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ KSP is equal to S സ്ക്വയർ എന്ന് കിട്ടും. എസിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട് 1.06 into 10⁻⁵. So KSP is equal to 1.06 into 10⁻⁵ square, that is equal to 1.1236 into 10⁻⁻10. ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ നോക്കാം. ദ aqueous solutions of ionic compounds NaCl, CH3COONa and NH4Cl show different pH. Identify acidic, basic and neutral solutions among these and justify your answer. NaCl എടുക്കാം. NaCl എന്ന് പറയുന്നത് സോൾട്ട് ഓഫ് സ്ട്രോങ് ബേസ് ആണ്. NaOH എന്ന് പറയുന്ന സ്ട്രോങ് ബേസിൻ്റെ സോൾട്ട്. ദെൻ
അതുപോലെ തന്നെ സോൾട്ട് ഓഫ് സ്ട്രോങ് ആസിഡാണ്. HCl എന്ന് പറയുന്ന സ്ട്രോങ് ആസിഡിൻ്റെ സോൾട്ടാണ്. അപ്പോൾ ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്യുമ്പോൾ സ്ട്രോങ് ബേസും സ്ട്രോങ് ആസിഡും കൂടി ക്യാൻസൽ ചെയ്ത് ഒരു ന്യൂട്രൽ സൊല്യൂഷനാണ് നമുക്ക് കിട്ടുന്നത്. CH3COO എടുത്തു കഴിഞ്ഞാൽ സോൾട്ട് ഓഫ് സ്ട്രോങ് ബേസ് NaOH ആൻഡ് സോൾട്ട് ഓഫ് വീക്ക് ആസിഡ് CH3COOH. അപ്പോൾ സ്ട്രോങ് ബേസ് പ്ലസ് വീക്ക് ആസിഡ് എന്ന് പറയുമ്പോൾ എന്ത് വരും? സൊല്യൂഷൻ ബേസിക് ആവും. കാരണം സ്ട്രോങ് ബേസ് കംപ്ലീറ്റ് ആയിട്ട് ഡിസോസിയേറ്റ് ചെയ്തിട്ട് OH- അയോൺസ് ഉണ്ടായിരിക്കും, അവിടെ കൂടുതലായിരിക്കും. പക്ഷേ വീക്ക് ആസിഡ് എന്ന് പറയുന്നത് പാർഷ്യലി ആണ് ഡിസോസിയേറ്റ് ചെയ്യുന്നത്. സോ H+ അയോൺസിൻ്റെ കോൺസെൻട്രേഷൻ കുറവായിരിക്കും. ദെൻ NH4Cl സോൾട്ട് ഓഫ് സ്ട്രോങ് ആസിഡ് ആൻഡ് വീക്ക് ബേസ്. അപ്പോൾ HClഉം NH4OH ആണ്. സ്ട്രോങ് ആസിഡ് എന്ന് പറയുമ്പോൾ HCl. സ്ട്രോങ് ആസിഡ് ആയിട്ടുള്ള HCl കംപ്ലീറ്റ്ലി ഡിസോസിയേറ്റ് ചെയ്തിട്ട് H+ അയോൺസിൻ്റെ കോൺസെൻട്രേഷൻ ഹൈ ആയിരിക്കും. പക്ഷേ NH4OH എന്ന് പറയുന്നത് പാർഷ്യലി ആണ് ഡിസോസിയേറ്റ് ചെയ്യുള്ളൂ, കാരണം വീക്ക് ബേസ് ആണ്. അതുകൊണ്ട് OH- കോൺസെൻട്രേഷൻ കുറവായിരിക്കും. സോ NH4Cl aqueous സൊല്യൂഷൻ എങ്ങനെയായിരിക്കും? അസിഡിക് ആയിരിക്കും. വേറൊരു ക്വസ്റ്റ്യൻ ആണ്, എക്സ്പ്ലെയിൻ ദ ടേം കോമൺ അയോൺ എഫക്റ്റ് വിത്ത് സ്യൂട്ടബിൾ എക്സാമ്പിൾ. Then second one, what happens when sodium acetate is added to the solution of acetic acid? What is the phenomenon involved? Substantiate.